ആഷ്മി, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണി നല്ല ഭംഗിയായിട്ട് 8 നിലയിൽ ഇന്ത്യയിൽ പൊട്ടി. അതിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട് മോദി ഗ്യാരണ്ടി എന്ന ഒരു ഇലക്ഷൻ പ്രചരണ പ്രസംഗത്തിൽ 16 തവണ പറഞ്ഞുകൊണ്ടിരുന്ന മോദിക്ക് NDA സർക്കാരെന്നും NDA ഗ്യാരണ്ടി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ശ്രീ യുവരാജ് ഗോകുൽ. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിനിടയില് ഒരു പാർട്ടിക്കും ഇതുവരെയും, അതായത് BJP ഇതരമായ ഒരു പാർട്ടിക്കും 240 എന്ന് പറയുന്ന ഒരു സംഖ്യ തൊടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഈ രാജ്യത്തെ ഏതാണ്ട് 10-32 പാർട്ടികൾ ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിജി എതിർക്കുകയും എല്ലാം കഴിഞ്ഞിട്ടും രണ്ടാമത് വരുന്ന ഒരു പാർട്ടിക്ക് 3 അക്കം പോലും തൊടാൻ കഴിയാത്തൊരു സാഹചര്യം. ഞാൻ പറഞ്ഞ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന അതിന് ജനം തന്ന മാൻഡേറ്റ് ആണെങ്കിൽ അത് ഇന്നും പറയണ്ടേ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ, ലോക്സഭയിൽ പറയണ്ടേ? ഇതിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, പാവം. തെരഞ്ഞെടുപ്പിൽ അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറയേണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചോദിച്ചത് NDA എന്ന് പറയേണ്ടി വരുന്ന ഗതികേടല്ലേ എന്നാണ്. എന്ത് ഗതികേടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. NDA എന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, NDA എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നണിയല്ലേ, BJP ഉണ്ടാക്കിയ മുന്നണിയല്ലേ. 98-ൽ വാജ്പേയി, ജോർജ് ഫെർണാണ്ടസ്, ജയലളിത ഒക്കെ ചേർന്ന് രൂപം കൊടുത്ത NDA സഖ്യത്തിന് ഈ 2023 25 വർഷം പൂർത്തിയായി. 25 വർഷം പൂർത്തിയാക്കിയ NDAയുടെ 1/4 നൂറ്റാണ്ട് കാലം പൂർത്തിയാക്കിയ NDA സഖ്യത്തിന്റെ ആഘോഷ പരിപാടി BJP നടത്താൻ കാണിച്ചു തരാമോ? ഹാഷ്മി, ഇന്ത്യയിൽ ഏത് മുന്നണിയാണ് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് പോലെ 25-ാം വർഷം 50-ാം വർഷമൊക്കെ ആഘോഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടാത്തപ്പോൾ നിങ്ങൾ പുതിയൊരു കഥ ഉണ്ടാക്കിയിട്ട് വരികയാണ്. എന്താണ് ഒരുമാതിരി ഭാര്യ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു പൈങ്കിളി നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. UPA-യുടെ UDF-ന്റെ LDF-ന്റെ വാർഷികങ്ങളിൽ അതിന്റെ നേതാക്കൾ അതിനെപ്പറ്റി എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഒരുപിടി പ്രസ്താവന ഞാൻ കാണിച്ചു തരട്ടെ. നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഒരുപിടി പ്രസ്താവന ഞാൻ കാണിച്ചു തരട്ടെ യുവരാജ് ഗോകുലെ. ആഘോഷമല്ല, ആഘോഷം അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. 1/4 നൂറ്റാണ്ട് കാലം പൂർത്തിയാക്കിയ NDA സഖ്യത്തിന്റെ ആഘോഷ പരിപാടി BJP നടത്താൻ കാണിച്ചു തരാമോ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. പരിപാടി BJP നടത്താൻ കാണിച്ചു തരാമോ? ആഷ്മി, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണി നല്ല ഭംഗിയായിട്ട് 8 നിലയിൽ ഇന്ത്യയിൽ പൊട്ടി. അതിന്റെ ഒരു വിഷമം നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട്